എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ പല ആളുകളും സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്കുകളാണ് ഞാൻ കൂടുതലായി ചെയ്യുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറാറുണ്ട്. കഴിഞ്ഞ ദിവസം 20,000 ശമ്പളം കൊണ്ട് ലംബോർഗിനി ആഗ്രഹിക്കാമോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ഒരു വീഡിയോ ആയി നൽകിയിരുന്നു. അധികം ആളുകൾ കണ്ടില്ല എന്നുണ്ടെങ്കിലും ആ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് വളരെയധികം ലൈവ് ആയിരുന്നു. ഇന്ന് മറ്റൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. ഓരോ തവണ ഐഫോൺ പുതിയ മോഡലുകൾ അവതരിപ്പിക്കുന്ന സമയത്തും ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് റെലവന്റ് ആയിട്ട് മാറാറുണ്ട്. ഐഫോൺ 16 Pro ആണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. വലിയ വിലയാണ്, എനിക്ക് തോന്നുന്നു ലക്ഷത്തിന് മുകളിലേക്കുള്ള അവരുടെ സ്ഥിര വിലയിൽ തന്നെയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ മുന്നേ ഐഫോണുകൾ ലക്ഷത്തിന് താഴെ നമുക്ക് ലഭിച്ചിരുന്നു. അന്ന് മുതൽ തന്നെ ഉള്ള ഒരു വലിയ ചോദ്യമാണ്, ഐഫോൺ വാങ്ങുന്നത് മണ്ടത്തരമാണോ അല്ലയോ, നല്ലൊരു ഡിസിഷൻ ആണോ അല്ലയോ? ഇതിനെക്കുറിച്ചിട്ട് ഒരു ഉത്തരം പ്രോപ്പറായിട്ട് ആളുകൾ ആരും പറയുന്നത് കണ്ടില്ല. ഞാൻ അതിൽ എൻ്റെതായിട്ടുള്ള ഒരു എളിയ ശ്രമം നടത്തുകയാണ്. എല്ലാ മനുഷ്യന്മാർക്കും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഉണ്ടായിരിക്കുമല്ലോ. നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്കായിരിക്കും അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലുള്ള ആളുകൾക്ക് എന്നെ കൊണ്ട് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന സംഗതി എന്ന് പറയുന്നത്, ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള പ്ലാനിങ്ങുകളാണ്, അതിനെക്കുറിച്ചിട്ടുള്ള റിസർച്ചുകളാണ്. അത് ഒരു 10,000 രൂപയുടെ സാധനം വാങ്ങുന്ന കാര്യത്തിലാണെങ്കിലും 50,000 ആണെങ്കിലും വലിയ പർച്ചേസുകളാണെങ്കിലും എനിക്ക് വലിയ വലിയ പ്ലാനിങ്ങുകളാണ്, ഭയങ്കരമായിട്ടുള്ള റിസർച്ചുകളാണ്. പലപ്പോഴും എൻ്റെ വീട്ടിലുള്ള ആളുകൾ, എൻ്റെ വൈഫ് അടക്കം അതിനെക്കുറിച്ചിട്ട് പരാതി പറയാറുണ്ട്, അവരുടെ തല പെരുക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. എൻ്റെ വാഹനത്തിൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫോണിൻ്റെ കാര്യമാണെങ്കിലും എന്തിലാണെങ്കിലും ഒത്തിരിയധികം കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, ആളുകളോട് അത് ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് എനിക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാറുണ്ട്. പല ആളുകളുടെയും സജഷൻസ് ഞാൻ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊരു വലിയ കാര്യമായിട്ടുള്ള ഐഡിയ ഉണ്ടാവില്ല, എന്നാലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും നഷ്ടങ്ങൾ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പർച്ചേസിങ്ങിന്റെ കാര്യത്തിൽ, പണം മുടക്കുന്ന കാര്യത്തിൽ എൻ്റെ ഒരു ചെറിയ ഫിലോസഫി ഉണ്ട്. ബന്ധങ്ങളിൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലായിടത്തും നമ്മൾ പണം മുടക്കുന്ന സമയത്ത് ഉറപ്പായും അതിൻ്റെ ഒരു റിട്ടേണിനെ കുറിച്ചിട്ട് ആലോചിച്ചിരിക്കണം. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ആ ഒരു കൂട്ടത്തിൽ പെട്ട ഒരു സംഗതി തന്നെയാണ് ഒരു ഫോൺ എന്ന് പറയുന്നത്. ഫോണൊക്കെ വാങ്ങുമ്പോൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ടേം അതിന്റെ 7 ഏലത്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടായി കാണും. അതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പങ്കുവെക്കുകയാണ്. നമ്മളിൽ പല ആളുകളും വലിയ വില കൊടുത്ത് ഗാഡ്ജറ്റുകൾ വാങ്ങാറുണ്ട്. ഒരു ഫോൺ വാങ്ങിയാൽ പോലും അതിന് വലിയ വില കൊടുത്ത് സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാറുണ്ട്, കവർ ഇടാറുണ്ട്. അത് നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അതിന് എന്തെങ്കിലും കേടുപാട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മാറ്റി വാങ്ങാൻ വേണ്ടി ഇൻഷുറൻസ് എടുക്കാറുണ്ട്. ഇതെല്ലാ ആളുകളും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സുരക്ഷിതത്വം. നമ്മുടെ വെറും ഒരു ഫോണിന്റെ സുരക്ഷിതത്വം, ആ ഒരു പൈസ പോലും വേണ്ട നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി. നമ്മളുടെ ആരോഗ്യ സുരക്ഷയെക്കുറിച്ചിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഹെൽത്ത് ഇൻഷുറൻസുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. വെറും 390 രൂപ മന്ത്ലി പ്രീമിയത്തിൽ 1 കോടി വരെ സുരക്ഷ നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ ഓൺലൈനായി എടുക്കാൻ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ 51 കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകളിൽ നിന്ന് 25% ഫസ്റ്റ് ഇയർ പ്രീമിയത്തിൽ ഡിസ്കൗണ്ടോടെ നിങ്ങൾക്ക് ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, അവിടെ നോക്കിക്കഴിഞ്ഞാൽ വെറും 3 മാസം വെയിറ്റിംഗ് പീരീഡ് ഉള്ള മെറ്റേണിറ്റി പ്ലാനുകളൊക്കെ അവൈലബിൾ ആണ്. സാധാരണ മെറ്റേണിറ്റി പ്ലാനിനൊക്കെ മിനിമം 1 വർഷമൊക്കെയാണ് വെയിറ്റിംഗ് പീരീഡ് ആയിട്ട് മുന്നേയൊക്കെ കമ്പനികൾ പറയാറുണ്ടായിരുന്നത്. അതായത് 6 മാസം പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാമെന്ന് സാരം. ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഓൺലൈനായി നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു 30 മിനിറ്റിൽ ക്ലെയിം സപ്പോർട്ട്, പോളിസിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് റിലേഷൻഷിപ്പ് മാനേജർ, അതോടൊപ്പം മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെ ഇൻസ്റ്റന്റ് അപ്രൂവലും. ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന ആളുകൾ സെക്ഷൻ 80D അടിസ്ഥാനത്തിൽ 75,000 രൂപ വരെ ടാക്സ് ബെനിഫിറ്റ് ഒക്കെ കിട്ടുന്നത് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ. NRIs ഒക്കെ ഇന്ത്യയിൽ നിന്ന് അവരുടെ പേരൻസിന് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് 18% GST അടയ്ക്കേണ്ട എന്നുള്ള ഒരു ബെനിഫിറ്റും ഉണ്ട്. ഡേ 1 മുതൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്കടക്കം കവറേജ് ലഭിക്കുന്ന ഇൻഷുറൻസ് പ്ലാനുകൾ ഓൺലൈനായി 25% ഡിസ്കൗണ്ടോടെ എടുക്കുവാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിലെയും കമന്റ് ബോക്സിലെയും ലിങ്ക് ഉപയോഗിക്കുക. വീഡിയോയിലേക്ക് തിരികെ വരുമ്പോൾ, ഫോൺ വാങ്ങുന്നതിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായി കാണും. ഞാൻ എൻ്റെ എളിയ എക്സ്പീരിയൻസിൽ നിന്നിട്ട് സംസാരിക്കാം. എൻ്റെ ഒരു ഐഫോൺ പർച്ചേസ് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് ഒരു ഐഫോൺ വാങ്ങുന്നത് 2019 സമയത്താണ്. 2019-20 സമയത്താണ്. ആ ഒരു സമയത്ത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നോക്കിയയുടെ ഒരു 10-13,000 രൂപയുടെ ഒരു ഫോണാണ്. അതുവരെ എനിക്ക് ജോലി കിട്ടിയ സമയത്തെല്ലാം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 10,000-15,000 രൂപയുടെ ഫോണുകളാണ്. അതേപോലെ തന്നെ ഒരു ഫോൺ 3 വർഷം അല്ലെങ്കിൽ 4 വർഷമൊക്കെ ഉപയോഗിച്ച ചരിത്രമാണ് എനിക്കുള്ളത്. ഞാൻ ഉപയോഗിച്ച ഐഫോണും അത്ര കാലത്തോളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഈ നോക്കിയയുടെ ഫോണ് വല്ലാതെ ഫ്രീസ് ആവുന്നുണ്ടായിരുന്നു. എൻ്റെ വരുമാനം കൂടി, ഞാൻ വലിയ വലിയ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. പലപ്പോഴും അത്രയധികം ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫോൺ ഹാങ് ആയി എനിക്ക് ആളുകളെ വിളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, ഞാൻ ഹാങ് ആവാത്ത, പരസ്യങ്ങൾ വന്ന് ഒത്തിരിയധികം അനാവശ്യമായിട്ടുള്ള ഫയലുകൾ വരാത്ത ഒരു ഫോൺ തപ്പുകയുണ്ടായി.
ആ ഒരു സമയത്താണ് ഐഫോണിനെ കുറിച്ച് ചിന്തിച്ചത്. അതുവരെ ഐഫോൺ എന്ന് പറയുന്നത് എന്നെ അട്രാക്ട് ചെയ്തിട്ടില്ല. അതിന്റെ ആ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള മെനുവും അതിന്റെ സൗകര്യമില്ലായ്മയും ഒക്കെ എന്നെ വല്ലാത്ത രീതിയിൽ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് തൊഴിൽപരമായിട്ട് വന്ന സമയത്ത് എനിക്ക് ബാങ്ക് അക്കൗണ്ടുകളുടെ യൂസ് കൂടി. അത് ഫോണിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഗൂഗിൾ പേ പരിപാടികൾ കാര്യമായിട്ട് തന്നെ വന്നു. അതേപോലെ തന്നെ ഫോണിൽ തന്നെ നമ്മൾ ഈ വർക്കുമായി ബന്ധപ്പെട്ട ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അവിടെയൊക്കെ നമ്മൾ സീംലെസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളായിട്ടാണ് ശരിക്കും ഐഫോണിനെ കൺസിഡർ ചെയ്തത്. അതേപോലെ ഞാനന്ന് തീരുമാനിച്ചുറപ്പിച്ച ഒരു കാര്യം, അന്ന് എനിക്ക് മന്ത്ലി പേയ്മെന്റ് വരുന്നില്ല, വേറെ വലിയ ഇൻകം സോഴ്സ് ഒന്നുമില്ല. ഒരു പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് അടുത്തൊരു പ്രൊജക്ട് വരുന്നത്. ആ ഒരു ഇടമാസങ്ങളിലെല്ലാം ഞാൻ സാധാരണമായിട്ടുള്ള ഒരു ജീവിത രീതിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫോണിന് EMI അടയ്ക്കുക എന്ന് പറയുന്നത് എനിക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു സംഗതിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിച്ചു, ഏതെങ്കിലും ഒരു എക്സ്ട്രാ പേയ്മെന്റ് വരുന്ന സമയത്ത് ഉറപ്പായും പോയി ഫോൺ എടുക്കാം. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു ലാഭം എൻ്റെ തൊഴിലിടത്തിൽ എനിക്ക് വന്നു. ആ ഒരു എമൗണ്ടിന് ഞാൻ iPhone 10 എടുക്കാൻ വേണ്ടി ചെന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത് കുറച്ചും കൂടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ iPhone XR അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രതീക്ഷിക്കാതെ വന്ന ഒരു ലാഭമാണ്, അതുകൊണ്ട് ആ ഒരു പണം അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഫോൺ വാങ്ങാം. ആ ഒരു ഫോണാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഫോൺ. ഈ ഒരു ഫോണിന്റെ താഴെ ഒരു ബ്ലാക്ക് ലൈൻ വന്നിട്ടുണ്ട്. ഈ ഒരു ലൈൻ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മറ്റൊരു ഫോണിലേക്ക് പോയത്. അപ്പോൾ 2020 ഇറങ്ങിയ XR ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2024 4 വർഷം ഞാൻ ഈ ഒരു ഫോൺ യൂസ് ചെയ്തു. ഈ ഒരു ഫോൺ ഉപയോഗിച്ച് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ അന്ന് പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ, എൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ വളരെ സുരക്ഷിതമായിട്ട് ഞാൻ ഈ ഒരു കാലഘട്ടത്തോളം യൂസ് ചെയ്തു. അതേപോലെ തന്നെ എനിക്ക് ഇൻകം ഇങ്ങോട്ടേക്ക് വരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇത് വെച്ചിട്ട് ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോണുമായി ബന്ധപ്പെട്ട് വരുമാനം കിട്ടുന്ന മേഖലകൾ ധാരാളമായിട്ടുള്ളത് കൊണ്ട് ഇതിനെ ഞാൻ ഒരു ടൂളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എൻ്റെ പണി സാധനമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് പണി സാധനങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്നാൽ നിങ്ങൾ വെറുതെ വീഡിയോ കാണാനായിട്ടും ഒരു ഫോൺ വിളിക്കാനായിട്ടും മാത്രമാണ് ഈ ഒരു സംഭവത്തെ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. ഈ 4 വർഷത്തിനിടയിൽ ഡിഫറെന്റ് മോഡലുകൾ ഇറങ്ങി. 11 ഇറങ്ങി, 12 ഇറങ്ങി, 13 ഇറങ്ങി, 14 ഇറങ്ങി, 14 Pro, 15 Pro, 16 ഇപ്പോൾ ഇറങ്ങി. ഈ 16 ഇറങ്ങുന്ന സമയത്ത്, 16 അനൗൺസ് ചെയ്ത സമയത്ത് എൻ്റെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഒരു ലൈൻ വീണല്ലോ. അപ്പോൾ മറ്റൊരു ഫോണിലേക്ക് മാറേണ്ടതുണ്ട്. മറ്റൊരു ഫോണിലേക്ക് മാറുന്ന സമയത്ത് ഫോണിൻ്റെയൊക്കെ ബഡ്ജറ്റുകളൊക്കെ മുഴുവൻ മാറി മറിഞ്ഞു. എന്നാലും ഞാൻ ഒരു ഫോണിന് വേണ്ടി, ഒരു ടൂളിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു തുകയുണ്ട്. അതിൽ നിന്ന് 1 രൂപ പോലും കൂടുതൽ ചെലവാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. എനിക്ക് ആ ഒരു റിക്വയർമെന്റ് മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ ഒരു ടൂളിനകത്ത് എന്റർടൈൻമെന്റ് പർപ്പസ് കാര്യമായി നടത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു സമയത്ത് പഴയ ഒരു മോഡൽ പോയി അൺബോക്സ്ഡ് പീസ് എടുത്തു. ഏകദേശം ഒരു 70,000 രൂപയ്ക്ക് ഒരു 14 Pro എടുത്തു. എല്ലാ ആൾക്കാരും പറഞ്ഞു 14 Pro കൊള്ളില്ല, 15 Proയിൽ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, കൂടുതൽ മെമ്മറി കാര്യങ്ങളുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ഒരു എമൗണ്ട് അതാണ്. ആ ഒരു ടൂളിന് വേണ്ടി ആ ഒരു സംഭവം എനിക്ക് തരുന്ന ആ ഒരു വരുമാനം വെച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു ബഡ്ജറ്റേ ഉള്ളൂ. ഞാൻ ആ ഒരു 14 Pro ആണ് പിന്നീട് പോയി എടുത്തത്. അത് ഈ ഒരു ഫോൺ. ഇവിടെ ഈ ഒരു പർച്ചേസുകൾ എനിക്ക് ഒന്നിൽ പോലും റിഗ്രറ്റ് ഇല്ല. ഈ അവസാനം എടുത്ത ഫോൺ അടക്കം ഞാൻ EMIയിൽ എടുത്തില്ല. എനിക്ക് മന്ത്ലി ഫോണിന് വേണ്ടി മാറ്റിവെക്കാൻ ഒരു തുകയുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. കാരണം ഇതൊരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ആണ്. ഇത് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പെർഫോം ചെയ്യാതിരിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള എക്സ്ട്രാ ലാഭം വരുന്ന സമയത്താണ് കൂടുതലായിട്ട് ഇതുപോലുള്ള ഗാഡ്ജറ്റുകളിൽ സ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളുടെ മന്ത്ലി സാലറിയിൽ നിന്നിട്ട് ഇതുപോലുള്ള ഒരു വലിയ പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ അത് ഇന്ത്യൻ എക്കണോമിക് കണ്ടീഷനിൽ അത്ര ശരിയായിട്ടുള്ളൊരു സംഗതിയല്ല. എന്റർടൈൻമെന്റിന് വേണ്ടി നിങ്ങൾക്ക് പണം മുടക്കാം, നിങ്ങൾക്ക് അത്രത്തോളം വരുമാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഇന്ത്യയിലെ സാധാരണക്കാരുടെ വരുമാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന്റെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 70,000 രൂപയാണ്. സാധാരണക്കാർ കേട്ടോ, 70,000 രൂപ ഇൻകം കിട്ടുന്ന ഒരാളാണ് സാധാരണക്കാരൻ. ഈ 70,000 രൂപ മന്ത്ലി സാലറി വാങ്ങുന്ന ഒരാൾക്ക് പോലും, ഏതെങ്കിലും ഒരു ജോബിൽ നിന്ന് വാങ്ങുന്ന ഒരാൾക്ക് പോലും ഒരു ഐഫോൺ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇത്ര വിലയുള്ള ഒരു ഫോൺ, സാംസങ് S23 Ultra പോലെയുള്ള ഒരു ഫോൺ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അല്ല എന്നുണ്ടെങ്കിൽ അയാൾ ആ ഒരു ഫോൺ ഉപയോഗിച്ചിട്ടായിരിക്കണം ആ ഒരു 70,000 രൂപ ഇങ്ങടേക്ക് എടുക്കേണ്ടത്. 70,000 രൂപ മന്ത്ലി സാലറി ഉള്ള ഒരാൾ 1 ലക്ഷം രൂപയുടെ മുകളിലുള്ള ഒരു ഫോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വേസ്റ്റ് ഫിനാൻഷ്യൽ ഡിസിഷൻ ആണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് ചെലവുകൾ എന്ന് പറയുന്നത് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതിനകത്തെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിനകത്തെ ഒരു 5% ഒതുക്കേണ്ടതാണ് ശരിക്കും ഒരു ഫോണിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫാമിലി എക്സ്പെൻസുകളുണ്ട്, ഹെൽത്ത് ഉണ്ട്, ഫുഡുണ്ട്. ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന എക്സ്പെൻസുകളിൽ 1 ലക്ഷം രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ 1.5 മാസത്തെ സാലറി ഒരു ഫോണിലേക്ക് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രായോഗിക ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യുന്ന ഒരു സംഗതിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകാനായിട്ട് എന്തൊരു മടിയാണ്. ആ ഒരു മടിയുള്ള നിങ്ങളാണ്
35 ദിവസത്തെ അല്ലെങ്കിൽ 40 ദിവസത്തെ ഒരു സാലറി ഒരു ഫോണിലേക്ക് മാറ്റി വെക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, നിങ്ങളുടെ ആയുസിന്റെ 40-45 ദിവസം, നല്ല സാലറി കിട്ടുന്ന ഒരാളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, 40-45 ദിവസം ഒരു ഫോണിന് വേണ്ടി മാറ്റി വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പർച്ചേസിങ്ങിൽ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ്? ബഡ്ജറ്റിനെ കുറിച്ചിട്ട്. നിങ്ങളുടെ 1.5 മാസത്തെ സാലറി ഒന്നും, എല്ലാ ദിവസവും പണിക്ക് പോകുന്ന നിങ്ങൾ 1.5 മാസത്തെ സാലറി ഒന്നും ഒരിക്കലും കൊണ്ട് ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. മന്ത്ലി EMI എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ സാലറിയുടെ, ഇപ്പോൾ ഒരു 50,000 സാലറി കിട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 2,500 മാത്രമൊക്കെ ഒരു ഫോണിന് വേണ്ടി മാറ്റി വെക്കാനായിട്ട് പാടുള്ളൂ. അല്ല, നിങ്ങളിപ്പോൾ ആ ഫോണിൽ നിന്നാണ് ഇൻകം ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ. ഇനി അടുത്ത ബുദ്ധിപരമായിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങളുടെ നീഡ്സിന് പ്രയോറിറ്റി കൊടുക്കുക. വാണ്ട്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ സെക്കൻഡറി ആയിട്ട് മാറ്റി വയ്ക്കുക. എന്താണ് നീഡ്? നമ്മളുടെ വർക്ക് നടക്കണം. എൻ്റെ നീഡുകൾ എന്തായിരുന്നു? ഞാൻ മുന്നേ പറഞ്ഞ എക്സാമ്പിളിൽ ബാങ്ക് അക്കൗണ്ടുകൾ സുരക്ഷിതമാവണം, അതേപോലെ തന്നെ യൂട്യൂബ് അക്കൗണ്ടൊക്കെ ഉണ്ട്. വല്ലവനെ ഹാക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പണിയാവില്ല. ആൻഡ്രോയിഡിലൊക്കെ എന്തോരം ലിങ്കുകളാണ് വരുന്നത്, നമുക്ക് അറിയാതെ പോലും മണ്ടത്തരം പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സംഗതി വേണം. എൻ്റെ വാണ്ട്സ് എന്താണ്? ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയിരിക്കുന്ന ഒരു ഐഫോൺ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ അതിനകത്ത് ഈ പ്രോയുടെ ക്യാമറ കിട്ടിയാൽ കൊള്ളാമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ ഫോണിൽ അങ്ങനെ ഫോട്ടോ എടുക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ നമ്മുടെ ആ ഒരു നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പർച്ചേസിൽ ഒതുങ്ങുക. നിങ്ങൾക്ക് ആദ്യ ഘട്ടങ്ങളിൽ വിഷമം തോന്നിയാലും നിങ്ങൾ പിന്നീട് എടുത്തതൊരു സ്മാർട്ട് ഡിസിഷൻ ആണല്ലോ എന്ന് ഓർത്തിട്ട് ഒരു ബഹുമാനം തോന്നും. തൊട്ട് പുറകിൽ ഒരു ആപ്പിളിൻ്റെ മാക്ബുക്ക് പ്രോ ഇരിപ്പുണ്ട്. 2016 ഞാൻ ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നത്. ആ ഒരു സമയത്ത് 2012 മോഡൽ ആപ്പിളിൻ്റെ ലാപ്ടോപ്പാണ് ഞാൻ വാങ്ങിയത്. അന്ന് എൻ്റെ നീഡ് എന്ന് പറയുന്നത് ആപ്പിൾ ഫൈനൽ കട്ട് പ്രോ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ എന്നുള്ളതാണ്. അത് ആപ്പിളിൻ്റെ കമ്പ്യൂട്ടറിൽ നടക്കത്തുള്ളൂ. അന്ന് ഞാൻ എഡിറ്ററായിരുന്നു, എൻ്റെ കരിയർ അതായിരുന്നു. എനിക്ക് ആ ഒരു പണിസാധനം ഇല്ലാതെ പറ്റില്ല. ഞാൻ എൻ്റെ അമ്മയുടെ ഗോൾഡ് കൊണ്ട് പണയം വെച്ചിട്ട് 60,000 രൂപ 70,000 രൂപ കൊടുത്തിട്ട് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു. ഇപ്പോഴും ഞാൻ ആ ഒരു ലാപ്ടോപ്പാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് വേറെ പേഴ്സണൽ ലാപ്ടോപ്പ് ഇല്ല. ഒരു സിസ്റ്റം ഉണ്ട്. ആ ഒരു സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പണി തീരുന്ന സമയത്ത് എനിക്ക് അവിചാരിതമായിട്ട് കിട്ടിയതാണ്. ഈ ഡിവൈസുകൾ എനിക്ക് ഒരു വർഷം തരുന്ന ഇൻകം എന്ന് പറയുന്നത് വലിയ ഹ്യൂജ് ആയിട്ടുള്ളൊരു ഇൻകമാണ്. ഞാൻ ഈ കാണുന്ന എല്ലാം ഉണ്ടാക്കിയത് ഈ ഒരു ലാപ്ടോപ്പിൽ നിന്നിട്ടാണ്. കാരണം 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു വലിയ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. അതൊരു സ്മാർട്ട് ചോയ്സ് ആയിരുന്നു. അന്ന് ലേറ്റസ്റ്റ് മാക്ബുക്ക് പ്രോ ഉണ്ട്. 1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ബേസിന് 90 ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും എൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നതിന് 60,000 രൂപ അല്ലെ 67,000 രൂപ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്ന് അതിൽ ഒതുങ്ങിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ ബാധ്യത ഉണ്ടായിരുന്നില്ല. വളരെ നിമിഷ സമയം കൊണ്ട് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിച്ചു. ഇതെല്ലാം പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ജസ്റ്റ് ടൂൾസ് മാത്രമാണ്. എന്റർടൈൻമെന്റിന് വേണ്ടി നിങ്ങൾക്ക് വലിയ ഹ്യൂജ് ആയിട്ടുള്ള നീക്കിയിരിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഗാഡ്ജറ്റുകളിൽ സ്പെൻഡ് ചെയ്യുക. അടുത്ത ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സംഗതി റിസർച്ച് ആൻഡ് കമ്പയർ ആണ്. നമ്മളുടെ നീഡ്സിന് പ്രയോറിറ്റി കൊടുത്തിട്ട് ആ ഒരു നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സാധനങ്ങൾ കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്ത് നമുക്ക് അഫോർഡബിൾ ആവുന്ന ഒന്ന് തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട്. ചില ആളുകളൊക്കെ അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ലാഭിക്കാൻ വേണ്ടി കുറച്ച് എമൗണ്ട് കുറഞ്ഞത് വാങ്ങും. പക്ഷേ അവിടെ നമ്മൾ ഡ്യൂറബിലിറ്റിയെക്കുറിച്ചും റിലയബിലിറ്റിയെക്കുറിച്ചും ചിന്തിക്കുക. ഇപ്പം നിങ്ങൾ ഒരു 2,000 കൂടെ മുടക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 10,000 കൂടെ മുടക്കി കഴിഞ്ഞാൽ ലോങ് ടൈമിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈഫ് തരുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ അതാണ് ബുദ്ധിപരമായിട്ടുള്ള ഒരു പർച്ചേസ്. ഇപ്പോൾ ഞാനന്ന് 60,000 രൂപ കൊടുത്തിട്ട് XR വാങ്ങിയെന്ന് വിചാരിക്കുക, ഒരു ഫോൺ വാങ്ങിയല്ലോ. അപ്പോൾ ആ ഒരു 60,000 രൂപയുടെ ഫോണിൻ്റെ സമയത്ത് കുറച്ചും കൂടെ വലിയ ആഡംബരങ്ങളുള്ള വലിയ ക്യാമറയൊക്കെ ഉള്ള ഫോണുകൾ അവൈലബിൾ ആയിരുന്നു മറ്റ് കമ്പനികളുടേത്. പക്ഷേ ആ ഒരു ഫോണിന് ചിലപ്പോൾ ഈ ഒരു ലൈഫ് കിട്ടിയെന്ന് വരില്ല. പക്ഷേ ആ ഒരു ലൈഫ് പ്രതീക്ഷിച്ച് ഇതിൻ്റെ ഇരട്ടി വിലയുള്ളൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിപരമായിട്ടുള്ള ഒരു പർച്ചേസ് ആണോ? അല്ല. അടുത്തതായി നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ കടമായിട്ടാണോ വാങ്ങുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ എന്റർടൈൻമെന്റിന് വേണ്ടിയാണ് ഒരു ഗാഡ്ജറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിൽ നിന്ന് റിട്ടേൺ ഒന്നും കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കടം ഒഴിവാക്കുക. കാരണം അത് നിങ്ങൾക്കൊരു പണം ഉണ്ടാക്കി തരുന്നില്ല. പിന്നെ എന്തിനാണ് അതിനൊരു പണം കൊടുക്കുന്നത്? അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ടോട്ടൽ ഇൻകത്തിന്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു നീഡിന് വേണ്ടി മാറ്റി വയ്ക്കുന്നതിൽ നിന്നിട്ട് അടയ്ക്കാൻ പറ്റുന്ന ഒരു ഫോൺ എടുക്കുക. ടോട്ടൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകത്തെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. ആദ്യമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതിൽ എത്രയാണ് ട്രാൻസ്പോർട്ടേഷൻ, എത്രയാണ് കമ്മ്യൂണിക്കേഷൻ, എത്രയാണ് ഫുഡ്, എത്രയാണ് ഹെൽത്ത്, എത്രയാണ് ഫാമിലി, എത്രയാണ് മൂവീസ് അടക്കമുള്ള എന്റർടൈൻമെന്റ്, റെസ്റ്റോറൻറ്റ് ഫുഡ്സ്, ഇതെല്ലാം സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് മാറ്റി വെക്കുക. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് കാറിൻ്റെ EMI ഒക്കെ വരും കേട്ടോ. നമ്മുടെ നാട്ടിൽ കാറിനെയൊക്കെ ഒരു അസറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാറിൻ്റെ EMI യും വീടിൻ്റെ EMI യും കഴിഞ്ഞിട്ട് ഉള്ള പൈസയ്ക്ക്
ഒതുങ്ങി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ പൊതുവായിട്ടുള്ള ഒരു രീതി. അതേപോലെ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ ഏതൊരു സാധനം വാങ്ങുന്ന സമയത്തും, എൻ്റെ വീട്ടുകാർക്ക് വെറുപ്പാണെന്നുണ്ടെങ്കിലും ഞാൻ പറയുന്ന ഒരു സംഗതിയുണ്ട്, മാക്സിമം ആലോചിക്കുക, ഒത്തിരിയധികം അതിനെക്കുറിച്ച് പഠിക്കുക, ഒത്തിരി ചിന്തിച്ചിട്ട് 1-2 മാസമൊക്കെ ആലോചിച്ചിട്ട് മാത്രം വലിയൊരു പർച്ചേസ് നടത്തുക. അപ്പോൾ നമുക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും. അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കണ്ടന്റ്മെൻറ്റ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. സംതൃപ്തിപ്പെടുക, ഉള്ളതിൽ നന്ദിയുള്ളവരായി മാറുക. നമുക്ക് നമ്മുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടൂൾസ് ഉണ്ട്, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ടൂൾസ് ഉണ്ട്. നിങ്ങൾക്ക് നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടും. അത് നിങ്ങളുടെ ആ ഒരു നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ സംതൃപ്തിപ്പെടുക. നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് കുറവും നിങ്ങൾ അതിനുവേണ്ടി വാങ്ങിയ ടൂളുകൾ വലുതുമാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അതേപോലെ നമ്മളിപ്പോഴും ആ ഒരു ലോങ് ടൈം ഇമ്പാക്റ്റിനെ കുറിച്ചിട്ട് ചിന്തിക്കുക. നിങ്ങൾ 1.25 ലക്ഷം രൂപയുള്ള ഒരു ഐഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മന്ത്ലി അത് അടച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇത് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് അടുത്ത ഫോൺ വാങ്ങുന്നതിലേക്ക് നയിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ EMI അവിടെ തുടരുകയും ചെയ്യും. ഈ ലോങ് ടൈം ഇമ്പാക്റ്റുകൾ നമ്മളെ ബാഡായിട്ട് ബാധിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതുപോലെ എല്ലാ പർച്ചേസിലും, അതിപ്പോൾ ഐഫോൺ എന്ന് ഞാനങ്ങ് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ, ഒരു കണ്ടന്റിന് വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ഓരോ പർച്ചേസിലും കാര്യമായി തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കുറേയധികം മണ്ടത്തരങ്ങൾ, ഫിനാൻഷ്യൽ മണ്ടത്തരങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റും. വലിയ മനസ്സമാധാനം കിട്ടും. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു അശ്രദ്ധമായിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിഷനാണ്, ഒന്ന് ആലോചിച്ച് നോക്കി, വളരെ അശ്രദ്ധമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ഡിസിഷനാണ് വലിയ കടങ്ങളിലേക്ക് നമ്മളെ നയിച്ചിട്ടുണ്ടാവുക. വളരെ അശ്രദ്ധമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ. നമുക്കത് അങ്ങനെ ചെയ്യാതെ മറ്റൊരു രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു, നമ്മൾ കുറച്ചു നേരം ആലോചിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ. ഒന്ന് ആലോചിച്ച് നോക്കി, അതേപോലെ കടക്കണിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സംഗതിയാണ് അവിചാരിതമായിട്ട് വരുന്ന ആശുപത്രി എക്സ്പെൻസുകൾ. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കാര്യം മസ്റ്റായിട്ട് നിങ്ങൾ ജീവിതത്തിൽ എടുക്കുക. ഇപ്പോൾ ഓൺലൈനായി 25% ഡിസ്കൗണ്ടോടെ 51-ലധികം കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകളിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലുമുള്ള ലിങ്ക് ഉപയോഗിക്കുക. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.